നമസ്കാരം. കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ബി.ജെ.പിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ രാഷ്ട്രീയ കേരളമടക്കം തന്നെ ചർച്ച ചെയ്യുന്നതും രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നതും. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് അടക്കം വലിയ രീതിയിൽ തന്നെ നീരസം പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഭാരതത്തിലെ ജനങ്ങളെ മുഴുവൻ രാഹുൽ അപമാനിച്ചു എന്നതും അതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് ബി.ജെ.പിയിലേക്ക് പോയി അംഗത്വം എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ കെ സുധാകരൻ നിലവിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെല്ലാം തന്നെ എത്തി നിൽക്കുന്നത്. കാര്യം AICCയിൽ നിന്നും തന്നെ നിലവിൽ വന്നിരിക്കുന്ന തീരുമാനം എന്താണെന്നാൽ സുധാകരൻ ഒരു പദവി മാത്രം വഹിച്ചാൽ മതി എന്ന തീരുമാനമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ സുധാകരൻ KPCC അധ്യക്ഷ പദവിയും കൂടാതെ MP സ്ഥാനവും വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ MP സ്ഥാനം മാത്രം വഹിച്ചാൽ മതിയാകുമെന്ന് ഹൈക്കമാൻഡിൽ നിന്നും ഒരു കർശനമായ നിർദ്ദേശമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് വിവരം. കൂടാതെ കെ സുധാകരനും VD സതീശനും തമ്മിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നം നടക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ തന്നെ ആ പ്രശ്നം വ്യാപിപ്പിക്കാനും കൂടാതെ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകാനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. നിലവിൽ KC വേണുഗോപാലിനും VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യം MM ഹസൻ KPCCയുടെ സാരഥിയായിട്ട് ഇരിക്കുന്നതാണ് അവർക്ക് താല്പര്യം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും കെ സുധാകരൻ കണ്ണൂരിൽ MP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിനാൽ അന്ന് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം MM ഹസനെയായിരുന്നു താത്കാലികമായിട്ട് KPCCയുടെ ചുമതല നൽകിയിരുന്നത്. കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ഹസന്റെ പ്രവർത്തനം കോൺഗ്രസിനും ഹൈക്കമാൻഡിനും മൊത്തത്തിൽ തന്നെ വലിയ ഇഷ്ടമായി. കാരണം താഴെത്തട്ടിൽ ഉള്ളവരുമായി എല്ലാവരെയും നിമിഷ നേരം കൊണ്ട് തന്നെയാണ് ഹസൻ കയ്യിലെടുത്തത്. രാഹുൽ ഗാന്ധിയുമായി കെ സുധാകരന്റെ ബന്ധം വളരെ കാലങ്ങളായി മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സുധാകരൻ രാഹുൽ ഗാന്ധിയെ നേരിട്ട് കാണാൻ അപ്പോയിന്റ്മെന്റ് എടുക്കാനൊക്കെ ശ്രമിക്കുന്നുവെങ്കിലും ഒരു കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നില്ല എന്നതും കോൺഗ്രസിന്റെ എത്രത്തോളം പ്രശ്നം ഗുരുതരമായിരിക്കുന്നു എന്നതിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് സുധാകരൻ BJPയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നത്. അതുവഴി BJP കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിച്ച് അവിടെ ഇടതുപക്ഷത്തിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഒരു പാർട്ടി കോട്ടയാണ് നിലവിൽ കണ്ണൂർ. അവിടെ തന്നെ സുധാകരനെ വിജയിപ്പിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ കോട്ടകൾ തന്നെ സുധാകരനെ വെച്ചിട്ട് കോൺഗ്രസിന്റെ കോട്ടകൾ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ഈ പ്രസംഗത്തിൽ വരും ദിവസങ്ങളിൽ തന്നെ BJP നേതാക്കൾ കൂട്ടത്തോടെ രാഹുലിന്റെ ഈ പ്രസംഗത്തിൽ വരും ദിവസങ്ങളിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ 4 സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് വന്ന് അംഗത്വം എടുക്കുന്നത് വലിയ രീതിയിൽ തന്നെ പാർട്ടിക്ക് ഒരു തെറ്റായ ഒരു സന്ദേശം, അത് വലിയ രീതിയിൽ പാർട്ടി പിളർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കും എന്നതിൽ